നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആധുനിക കിലയുടെ ശില്പി ഡോക്ടർ ജോയ് ഇളമൺ കിലയിൽ നിന്ന് വിരമിച്ചു. കിലയോടൊപ്പമുള്ള ഓരോ ചുവടുകളിലും പ്രതിഫലിപ്പിച്ച വികസനത്തിലൂടെ ആധുനിക കിലയുടെ മുഖമെന്ന് കാലം ഡോക്ടർ ജോയ് ഇളമണെ അടയാളപ്പെടുത്തുന്നു. 2000-ൽ കിലയുടെ സഹചാരിയായി എത്തിയതു മുതൽ ഔദ്യോഗിക ജീവിതത്തിലെ 2.5 പതിറ്റാണ്ടുകൾ കിലയ്ക്ക് സമർപ്പിച്ചാണ് ഡോക്ടർ ജോയ് ഇളമൺ പടിയിറങ്ങുന്നത്. MBBS ബിരുദത്തിൽ നിന്ന് ജനകീയ ആരോഗ്യ പ്രവർത്തകനിലേക്കും അക്കാഡമിഷ്യനിലേക്കും അവിടെ നിന്നും അഡ്മിനിസ്ട്രേഷനിലേക്കുമുള്ള ഡോക്ടർ ജോയ് ഇളമന്റെ സഞ്ചാരവും കിലയോടൊപ്പമായിരുന്നു. കേരളത്തിലെ വികേന്ദ്രീകരണത്തിനുള്ള ശേഷി വികസന പദ്ധതിയുടെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് കോർഡിനേറ്ററായാണ് 2000-ൽ ഡോക്ടർ ജോയ് ഇളമൺ കിലയിൽ തുടക്കം കുറിച്ചത്. കേരളത്തിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തെ സ്ഥാപനവൽക്കരിക്കുന്നതിൽ ഊന്നിയായിരുന്നു ഈ പദ്ധതി വികസിച്ചത്. കേരളത്തിലെ വികേന്ദ്രീകരണത്തിനുള്ള ശേഷി വികസന പദ്ധതിയുടെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് കോർഡിനേറ്ററായി കിലയിൽ എത്തിയതു മുതൽ ഭൗതിക സൗകര്യ വികസനത്തിലും കില കുതിച്ചുചാട്ടം നടത്തി. അക്കാലത്താണ് കിലയുടെ സ്വന്തം ക്വാർട്ടേഴ്സ് നിർമ്മാണം നടന്നത്. സ്വരാജ് ഓഡിറ്റോറിയം നിർമ്മാണവും ആധുനികവൽക്കരണവും നിർവഹിച്ചതും ഡോക്ടർ ജോയ് ഇളമണാണ്. 2017 മെയ് 19 കിലയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ ശേഷം പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാടും ചുമതലകളുമായി കില അതിന്റെ സാധ്യതകളിലേക്ക് പടർന്നു. ഏകീകൃത കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ പരിശീലനങ്ങളെയും ചിട്ടപ്പെടുത്തി പരിശീലനത്തിന്റെ ജനകീയവൽക്കരണത്തിന് അടിത്തറപ്പാക്കി. ലോകം അടഞ്ഞുകിടന്നിരുന്ന കോവിഡ് കാലത്തും വിശ്രമമില്ലാതെ ഓൺലൈൻ പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി കില സദാ ഉണർന്നിരുന്നു. കേരളം കണ്ട പ്രളയകാലത്ത് എങ്ങനെയാണ് പ്രതിസന്ധികളുടെ കാലത്ത് ഒരു സർക്കാർ സ്ഥാപനം കാര്യശേഷിയോടുകൂടി പ്രവർത്തിക്കുക എന്നതിന്റെ സർഗാത്മക യാഥാർത്ഥ്യമായിരുന്നു കില. വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിശേഷിച്ച് ജനങ്ങളുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബായി കില മാറിയതും ഡോക്ടർ ജോയ് ഇളമന്റെ കാലത്താണ്. കിലയിൽ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് EMS മ്യൂസിയം സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയായിരുന്നു. ഓഡിറ്റോറിയം നവീകരണം, പരിശീലന ഹാളുകളുടെ ആധുനികവൽക്കരണം, ലിഫ്റ്റ്, റാമ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങി കിലയെ എല്ലാ അർത്ഥത്തിലും പുതിയ കാലത്തോട് ചേർത്ത് വയ്ക്കാൻ അദ്ദേഹം സദാ ജാഗ്രത പുലർത്തിയിരുന്നു. കില സെന്റർ ഫോർ അർബൻ ഗവേണൻസിനെ കേരള നഗരനയ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനമാക്കിയതും കിലയുടെ ലോക്കൽ ഗവേണൻസ് സെന്റർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് കരുത്ത് പകർന്നതിനും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റാനുള്ള ISO സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയതുമെല്ലാം ഡോക്ടർ ജോയ് ഇളമൺ തന്നെയാണ്. മാത്രമല്ല, കിലയിൽ സോളാർ പ്ലാന്റുകൾ, വിവിധ സ്പോർട്സ് ഇനങ്ങൾക്ക് സൗകര്യമുള്ള കില ഗ്രൗണ്ട് വികസനം, ഗാർഡൻ പച്ചത്തുരുത്തുകൾ, ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ്, ജീവനക്കാരുടെ ക്ഷേമം, കില കിഫ്ബി സ്കൂളുകളുടെ നവീകരണം, ആസ്ഥാനത്ത് മാത്രം ഒതുങ്ങാതെ കില അനുബന്ധ ക്യാമ്പസുകളുടെ വികസനവും ആധുനികവൽക്കരണവും, കിലയുടെ സ്വന്തം വാർത്താ ചാനൽ, വാർത്താ പത്രിക തുടങ്ങി കിലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന ശ്രദ്ധേയമാണ്. കേരളത്തിലെ ജനകീയ ആരോഗ്യശാസ്ത്ര പ്രചാരകനായി കേരളത്തിന് അകത്തും പുറത്തും അടയാളപ്പെട്ട ഡോക്ടർ ജോയ് ഇളമൺ തെളിഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ജീവിത പങ്കാളി സജിത, മക്കൾ സ്വരൂപ്, സൂരജ്, മരുമകൾ ദർശന. കിലയിൽ നിന്നും വിരമിച്ച ഡോക്ടർ ജോയ് ഇളമണിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിസാമുദ്ദീൻ AIAS സ്ഥാനമേറ്റു. ജൂലൈ 6 കിലയിലെത്തിയ ഡയറക്ടർ ജനറലിനെ പൂച്ചെണ്ട് നൽകി കില ജീവനക്കാർ സ്വീകരിച്ചു. MGNRGS മിഷൻ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് പുതിയ ഡയറക്ടർ ജനറലായി നിസാമുദ്ദീൻ IAS ചുമതലയേറ്റത്. തൃശൂർ ജില്ലയിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രൊക്യൂർമെന്റ് മാർഗരേഖ പരിശീലന പരിപാടി കിലയിൽ നടന്നു. കില ഡയറക്ടർ ജനറലും MGNRGS മിഷൻ ഡയറക്ടറുമായ നിസാമുദ്ദീൻ AIAS പരിപാടിയിൽ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം. തൃശൂർ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഏകദിന ശില്പശാല ഈ മാസം 15 മുതൽ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ബ്ലോക്ക് തല ശില്പശാലകൾ ജൂലൈ 15 മുതൽ 24 വരെ രാമവർമ്മപുരത്തെ വിജ്ഞാൻ സാഗർ ഹാളിൽ നടത്തുന്നു. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല ചുമതലക്കാരുടെ ശില്പശാലകളെ തുടർച്ചയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂലൈ 15 പഴയന്നൂർ വടക്കാഞ്ചേരി, 17 മുല്ലശ്ശേരി ചാവക്കാട്, 18 അന്തിക്കാട് മതിലകം, 19 ചേർപ്പ് തളിക്കുളം, 20 ചാലക്കുടി ഇരിങ്ങാലക്കുട, 22 മാള വെള്ളാങ്ങല്ലൂർ, 23 പുഴയ്ക്കൽ ചൊവ്വന്നൂർ, 24 കൊടകര, ഒല്ലൂക്കര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കായാണ് ഏകദിന ശില്പശാല നടത്തുക. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനാൽ മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സഹിതം ശില്പശാലയിൽ പങ്കെടുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സുസ്ഥിര വികസനത്തിലെ ആരോഗ്യഗ്രാമം വിഷയത്തിൽ ജില്ലാതല ദ്വിദിന പരിശീലനം നടന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകൾക്കായി തൃശൂർ കിലയിലാണ് പരിശീലനം നടന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ കോർഡിനേറ്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിശീലനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ജില്ലാതല ശില്പശാല തൃശൂർ കിലയിൽ വെച്ച് നടന്നു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി, ചെയർമാൻസ് ചേംബർ ചെയർമാൻ M കൃഷ്ണദാസ്, തദ്ദേശ സ്വയംഭരണം ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ്, കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, കില അർബൻ ഫെലോ ഡോക്ടർ K രാജേഷ്, അർബൻ ചെയർ അജിത് കാളിയത്ത്,
കോർഡിനേറ്റർ കെ ബി ബാബുകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാതല സ്കോർ കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് അവതരിപ്പിച്ചു. ജില്ലയിലെ 2024-25 ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ അവതരണം ഡോക്ടർ കെ രാജേഷ് നടത്തി. ജില്ലാ കോർഡിനേറ്റർ കെ ബി ബാബുകുമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ മനോജ് എന്നിവർ മികച്ച മാതൃകകളുടെ അവതരണം നടത്തി. ശേഷം ജൈവം, അജൈവം, എൻഫോഴ്സ്മെന്റ്, IEC, ഹരിതകർമ്മസേന എന്നീ വിഷയങ്ങളിൽ ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടന്നു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന ഉൽപ്പാദിപ്പിക്കുകയും വീടുകളിലെത്തിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്ന ഹോം ഷോപ്പ് പദ്ധതിക്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലും തുടക്കമായി. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ വർഷം തന്നെ ഹോം ഷോപ്പ് പദ്ധതി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലപ്പുറം ബ്ലോക്കിലും ഹോം ഷോപ്പ് ആരംഭിച്ചത്. കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യേതര നിത്യോപയോഗ വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ്, പാക്കിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ഈ പദ്ധതി വഴി സാധിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം P. ഉബൈദുള്ള MLA നിർവഹിച്ചു. ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC മുഹമ്മദ് കട്ടൂപ്പാറ പദ്ധതി വിശദീകരണം നടത്തി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 2ാം വാർഷിക പദ്ധതി സംബന്ധിച്ച് ബ്ലോക്കുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി നടത്തുന്ന ദ്വിദിന പരിശീലനം മലപ്പുറം ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ ഉദ്ഘാടനം ചെയ്തു. വാതിൽപ്പടി ശേഖരണം, യൂസർ ഫീ, ജൈവമാലിന്യ സംസ്കരണം, അജൈവ മാലിന്യ സംസ്കരണം, ശാസ്ത്രീയ തരംതിരിക്കൽ, എൻഫോഴ്സ്മെന്റ്, ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നീ പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണത കൈവരിക്കുക എന്നതാണ് ഈ വർഷത്തെ ലക്ഷ്യം. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സെമിനാറിൽ തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T. ജ്യോതിമോൾ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ A. ആതിര, മാലിന്യമുക്തം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, കില ഫെസിലിറ്റേറ്റർ A. ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിശദമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കാനായി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത്, നഗരസഭാ തലങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. വന്യജീവി വകുപ്പ് മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ചെമ്പൻകൊല്ലി നഗറിൽ താങ്ങും തണലും പരിപാടി സംഘടിപ്പിച്ചു. നാൽപ്പാമര തൈകൾ നട്ടുകൊണ്ട് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രളയാനന്തരം ചളിക്കൽ നഗറിൽ നിന്നും പുനരധിവസിപ്പിക്കപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശത്ത് തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ VP ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ചാക്കോ അധ്യക്ഷത വഹിച്ചു. അഗ്രോ സർവീസ് സെന്റർ, വിവിധ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. സ്മാം രജിസ്ട്രേഷൻ സംബന്ധിച്ച് കർഷകർക്ക് മാർഗനിർദ്ദേശ ക്ലാസ്, കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ എന്നിവയുടെ വിതരണം തുടങ്ങിയവയും കർഷക സഭയിൽ നടന്നു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ സൗത്ത് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ കാണാം. അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷം ലഭ്യമായ പദ്ധതി വിഹിതത്തിൻ്റെ 113% വിനിയോഗിച്ച് സംസ്ഥാനത്ത് 11ാം സ്ഥാനം എന്ന അഭിമാനാർഹമായ നേട്ടം കൈവരിക്കുകയുണ്ടായി. ക്ഷേത്ര നഗരിയായ അമ്പലപ്പുഴയുടെ ശുചിത്വ മാലിന്യ സംസ്കരണ പരിപാലനത്തിന് 35 ലക്ഷം രൂപ വകയിരുത്തി ഒട്ടേറെ ജനോപകാരപ്രദമായ പദ്ധതികൾ ഏറ്റെടുക്കുകയുണ്ടായി. അജൈവ മാലിന്യ സംസ്കരണത്തിനും പരിപാലനത്തിനുമായി 7,60,000 രൂപ ചെലവഴിച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പൂർത്തിയാക്കി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് LP സ്കൂളുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായുള്ള ടോയ്ലറ്റ് സമുച്ചയം പണിയുന്നതിന് 16 ലക്ഷം രൂപ ചെലവഴിച്ചു. ആമയിട ഗവൺമെൻറ് LPS, PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LPS, കട്ടക്കുഴി SN LPS,
നന്ദാവനം KKKM LPS, കരുമാടി സെന്റ് നിക്കോളാസ് LPS എന്നീ സ്കൂളുകൾക്കാണ് ഇതുമൂലം പ്രയോജനം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയായ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് അമ്പലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ഒരു കംഫർട്ട് സ്റ്റേഷൻ 6.25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുകയുണ്ടായി. ODS+ പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിന് 5 ലക്ഷം രൂപ ചെലവഴിച്ച് 300 ബയോ ബിന്നുകൾ നൽകുകയുണ്ടായി. റിട്രോഫിറ്റിംഗ്, ഗാർഹിക ശൗചാലയം എന്നിവയ്ക്ക് 1 ലക്ഷം രൂപ വകയിരുത്തി 25 ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകി. ചൈൽഡ് ഫ്രണ്ട്ലി ഗ്രാമപഞ്ചായത്തായി കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് നാടിന്റെ ഭാവി എന്ന തിരിച്ചറിവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനവും മാതൃകാപരവുമായ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ മറ്റ് വിവിധ പദ്ധതികളും ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലം ഉന്നത പഠനം സാധാരണക്കാരുടെ മക്കൾക്ക് പലപ്പോഴും അന്യമാവുന്നത് പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പഠന മികവ് തെളിയിച്ച സാധാരണക്കാരുടെ മക്കൾക്ക് NTSC, NMMS, ഒളിമ്പ്യാഡ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കേന്ദ്ര സംസ്ഥാന സർവീസ് മത്സര പരീക്ഷകൾക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസുകൾ തുടങ്ങിയവയ്ക്കുള്ള പരിശീലനങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് കൊടിയത്തൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചത്. 1-ാം ക്ലാസ് 1-ാം തരം എന്ന ലക്ഷ്യത്തോടെ ഉന്നതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ LP UP സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ശിശു സൗഹൃദ ഡ്യുവൽ ഡെസ്കുകളും ബെഞ്ചുകളും വിതരണം ചെയ്തു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് കൂടുതൽ പഠന സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ച് വിദ്യാലയങ്ങൾക്ക് ഫർണിച്ചറുകളും നൽകി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ നിർമ്മിച്ചു നൽകി അടിസ്ഥാന സൗകര്യമൊരുക്കുകയും ചെയ്തതും മികച്ച നേട്ടമാണ്. പഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും പ്രോത്സാഹനവും പഠന പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രൊഫഷണൽ കോഴ്സുകൾക്കുൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി. വായനയും പഠനവും വിദ്യാലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, അത് പൊതുജനങ്ങൾക്കു കൂടി പ്രയോജനപ്രദമാവണമെന്ന ലക്ഷ്യത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച ഗ്രന്ഥശാലയും സാംസ്കാരിക നിലയവും പ്രവർത്തന സജ്ജമാക്കുന്നതിനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകി. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് തുടർ പഠനത്തിൽ കൂടുതൽ കരുത്തും ഊർജ്ജവും പകരുമെന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭരണസമിതി ആദരമൊരുക്കി. അങ്കണവാടികളിൽ കുട്ടികൾക്ക് പോഷകാഹാരത്തിന് പുറമെ തേനും കൂടി നൽകുന്ന സർക്കാർ പദ്ധതിയും മികച്ച രീതിയിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സംബന്ധിച്ച് ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമായി. ചെറുപ്രായത്തിൽ തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഏറെ പ്രാധാന്യമുള്ളതാണെന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. 16 വാർഡുകളിലായി 26 അംഗൻവാടികൾ ഉള്ളതിൽ 25 എണ്ണത്തിനും സ്വന്തം കെട്ടിടമായെങ്കിലും വാർഡ് 12-ൽപ്പെട്ട കുറ്റിക്കാട് കുന്നത്ത് അംഗൻവാടിക്ക് മാത്രം സ്വന്തം കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചത് 20 വർഷക്കാലമാണ്. നാട്ടുകാരുടെ പിന്തുണയോടെ 5 സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങുകയും ഇവിടെ അംഗൻവാടിയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. വർണ്ണക്കൂട്ട് പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ വൈഫൈ കണക്ഷൻ ലഭ്യമാക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിക്കാനായി. BSNLുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി അംഗൻവാടി ടീച്ചർമാർക്കും ഏറെ ഉപകാരപ്രദമാവും. കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി പല പദ്ധതികളും നടപ്പാക്കുന്നതിനും സ്പീഡ് നെറ്റ് കണക്ഷൻ ആവശ്യമായതിനാൽ പുതിയ പദ്ധതി പ്രകാരം ഈ പ്രശ്നത്തിനും പരിഹാരമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കുവാനും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് LSS USS സ്കോളർഷിപ്പ് ലഭ്യമാക്കുവാനും ലക്ഷ്യം വെച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് സമഗ്ര പരിശീലനം നൽകുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പട്ടികജാതി സാക്ഷരതാ പരിപാടിയായ നവചേതന പദ്ധതിയും ഏറ്റവും മികച്ച രീതിയിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച ഏക സെന്ററാണ്
കൊടിയത്തൂരിലത് എന്ന പ്രത്യേകതയും ഈ സെന്ററിനുണ്ട്. കാലവർഷത്തിൽ തകർന്ന തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂര മാറ്റി സ്ഥാപിക്കുന്നതിന് 12 ലക്ഷം രൂപയാണ് ഭരണസമിതി വകയിരുത്തിയത്. വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിയായിരുന്നു ഈ നടപടി. കൂടാതെ വിവിധ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനായി ക്ലാസ് മുറികൾ, ശുചിമുറികൾ എന്നിവയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കൊല്ലം ജില്ലയിലെ കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കരീപ്ര ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ അതിദാരിദ്ര്യരെ കണ്ടെത്താനും അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താനും വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അതിദരിദ്ര കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പാക്കിയത്. പല സ്റ്റേജിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള 43 പേരെ കണ്ടെത്തി. ഇപ്പോൾ 36 പേരായി ചുരുക്കി. കാര്യം ഡെത്താണ് കൂടുതലും. പിന്നീട് അവരുടെ എല്ലാ സ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ നമ്മളവരെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ കൊടുക്കുന്നു. പിന്നെ അതുപോലെ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും വെച്ചിട്ടുണ്ട് കൊടുക്കാൻ തുടങ്ങി. വീട് മെയിൻ്റനൻസ് അതൊക്കെ നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. വീട് മെയിൻ്റനൻസ് വേണ്ടുന്നവർക്ക് വീട്. ആദ്യം തന്നെ നമ്മൾ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും കൊടുത്തു. പിന്നീട് നമ്മൾ ചെയ്തതാണ് ആഹാരം. എല്ലാ മാസവും കിറ്റ് കൊടുക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, തേയില, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട മെഡിസിൻ സൗജന്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് കൂടാതെ പാലിയേറ്റീവ് ഉൾപ്പെടുത്തി അവർക്ക് ആ മരുന്നുകൾ അവർക്ക് വേണ്ടുന്ന ആ മരുന്നുകൾ കൂടാതെ തന്നെ നമ്മൾ ബില്ല് കൊണ്ടുവന്ന് മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബില്ല് കൊണ്ടുവന്നാൽ അതിൻ്റെ പൈസയും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവരെ നമ്മളിപ്പം പ്രധാനമായിട്ടും അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മളവിടെ വീട്ടുപടിക്കൽ സേവനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാം വീടുകളിലാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം എത്തിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ബാഗ്, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്, ബാഗ്, പുസ്തകങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അതിദാരിദ്ര്യർക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു അതിദാരിദ്ര്യത്തിലുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്കായി അവസാനം നോക്കാനായ ഇല്ലാതായപ്പോൾ പിന്നെ നമ്മൾ അവരൊരു കെയർ ഹോമിലേക്ക് ആക്കുകയാണ് ചെയ്തത്. കാർഷിക രംഗത്ത് പഞ്ചായത്ത് ഇതുവരെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്? കാർഷിക രംഗത്ത് നമ്മൾ ഏറ്റവും അധികം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഭരണസമിതി എല്ലാവരും തന്നെ കാർഷിക രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായും അവിടെ വാഴക്കൃഷി, അതുപോലെ നെൽകൃഷി. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ളത് കരീപ്ര പഞ്ചായത്തിലാണ്. അവിടെ പാടശേഖര സമിതിക്ക് വേണ്ടി നമ്മൾ നെല്ലിന് സബ്സിഡി, വളത്തിന് സബ്സിഡി, അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടം ഇവയെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വാഴക്കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഓരോ ഇനം തിരിച്ചുള്ള ഇതിന് എല്ലാ കൃഷിക്കും പ്രോത്സാഹനം ചെയ്യുന്നത് കൂടാതെ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ച് നമ്മളവർക്ക് വളവും തെങ്ങിന് ഇപ്പോൾ എല്ലാം മണ്ട ചെയ്യലും തെങ്ങ് വൃത്തിയാക്കി കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. നടപ്പാക്കി വരുന്നതേ ഉള്ളൂ. അതുപോലെ തെങ്ങിന് മണ്ണിൻ്റെ അമ്ലത മാറ്റാൻ വേണ്ടിയിട്ട് തെങ്ങിന് കുമ്മായം, അതുപോലെ തന്നെ വളങ്ങളെല്ലാം സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ടുള്ള പച്ചക്കറി തൈകൾ സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട്. വിത്തുകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ട് അല്ലാത്ത വീടുകളിൽ നമ്മൾ സ്ഥലമൊക്കെ ഇല്ലാത്തടത്ത് ചെടിച്ചട്ടിയിൽ പച്ചക്കറി നമ്മളിപ്പോൾ ഒരു ഫൈബർ പോലത്തെ ഉള്ള ഒരു ചട്ടിയിലാണ് ഇപ്പോൾ കൊടുത്തത്. അതിലെല്ലാം പച്ചക്കറി തൈയും കൊടുത്തു. നല്ല രീതിയിൽ വിളവ് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ഫലവൃക്ഷം നമ്മൾ സബ്സിഡി ഇനത്തിൽ 25% പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ബാക്കി പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി വിദേശ ഫല വൃക്ഷങ്ങൾ നൽകുന്നുണ്ട്. ചെറിയ പ്ലാവുകൾ, മാവ്, പേര അങ്ങനെയൊക്കെ ഇനങ്ങളൊക്കെ നമ്മൾ റംബുട്ടാൻ പോലെയുള്ള ഇനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതും 1-2 വർഷമായി ഇതൊക്കെ കിളിച്ച് നല്ലൊരു അത് കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കാനുള്ളൊരു
സ്ഥിതിയും കൂടിയാണ്. പിന്നെ നമ്മൾ കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉപയോഗശൂന്യമായ പാറക്കുറിയുണ്ട്. ആ പാറക്കുറിയിലെ ജലം നമ്മൾ വലിയ പാറക്കുറിയാണ്. ആ ജലം നമ്മൾ കൃഷി ഫാമിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി. നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ആദ്യത്തെ ആയിരിക്കും ഉപയോഗശൂന്യമായ വലിയ പാറക്കുറി. ഏകദേശം 20 ഏക്കറോളം വരുന്ന പാറക്കുറിയാണ്. ആ പാറക്കുറിയിൽ നിന്ന് നമ്മൾ ഏറ്റവും കുടിവെള്ളക്ഷാമവും കൃഷിക്ക് നമ്മൾ ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പം നമ്മൾ ഈ സമയത്ത് ഒരു 20,000 ഏക്കറോളം ഭൂമി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ 360 ഏക്കറോളം ഭൂമി, ഒരു 6 വാർഡിലെ കൃഷിഭൂമിക്ക് ഈ വെള്ളം നമ്മൾ ഇടച്ചാൽ വഴി ചെറിയ ചെറിയ തോടുകൾ വഴി ഒഴുക്കി വിട്ട് പാറക്കുറിയുന്നു സോളാർ പമ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. സോളാർ പമ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഫണ്ട് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്കൊക്കെ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഏറ്റവും സഹായകരമായ അവിടെ ഈ വെള്ളം പോകുന്നതോടുകൂടി നമ്മുടെ നീർച്ചാലുകളിലെല്ലാം വെള്ളമാകുന്നത്, വയലുകളിലെല്ലാം വെള്ളമാകുന്നത് കൂടാതെ വെള്ളം അരിച്ചിറങ്ങി കിണറുകളിലും കുടിവെള്ളക്ഷാമം ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഈ പദ്ധതി നമ്മൾ പൂർണ്ണമായും നടപ്പിലാക്കിയത്. സോളാർ പാനൽ 30 പാനൽ വെച്ചിട്ടുണ്ട്. 10 HP മോട്ടറിൻ്റെ ഒരു മോട്ടർ വെച്ചാണ് ഇത് അടിക്കുന്നത്. മോട്ടർ വെച്ച് ഇതിനകത്ത് ഈ വെള്ളം ചാനലിലൂടെ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഈ വൈദ്യുതി ദിവസേന 40-45 യൂണിറ്റോളം വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കതുകൊണ്ട് വളരെ ഒരു ഉപകാരപ്രദമായ പദ്ധതിയാണ്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആരോഗ്യ മേഖലകളിൽ കരിപ്ര പഞ്ചായത്ത് വളരെയധികം മുന്നേറ്റം നടത്തുന്നുണ്ട്. കാര്യം നമ്മൾ ആരോഗ്യ മേഖല ഒരു ആയുർവേദം, അലോപ്പതി, ഹോമിയോ എന്നീ 3 മേഖലകളിൽ വളരെ കാര്യമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നമ്മൾ ആരോഗ്യമേഖല അലോപ്പതി വിഭാഗത്തിലാണെങ്കിൽ ഒരു CHSC ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നമ്മുടെ പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. 50ഓളം സ്റ്റാഫുകളും അവരെ സബ് സെൻറ്ററുകൾ 3 സബ് സെൻറ്ററുകളുണ്ട്. 3 സബ് സെൻറ്ററുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ പാലിയേറ്റീവ് കെയറിനായി 18 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും വീടുകളിൽ പാലിയേറ്റീവ് കിടക്കുന്ന രോഗികളെ എല്ലാം പോയി നേഴ്സും എല്ലാ മാസവും ഡോക്ടർക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ചില മാസങ്ങളിലൊക്കെ ഡോക്ടർ ഉൾപ്പെടെയുള്ള വീടുകളിൽ പോയി അവരെ നോക്കുകയും അവരുടെ പ്രഷറും അവർക്ക് യൂറിൻ ട്യൂബ് മാറ്റുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആശാവർക്കർമാരെല്ലാം 25 ആശാവർക്കർമാർ 18 വാർഡാണുള്ളത്. ആശാവർക്കർമാരുടെയൊക്കെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഈ പാലിയേറ്റീവ് നമ്മുടെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മരുന്നുകളും NCDയിൽ ഹെൽത്ത് സെൻറ്ററിൽ എല്ലാം 2ാം ശനിയാഴ്ചയിലും ഓരോ ഹെൽത്ത് സെൻറ്ററിലും കൊടുത്ത് അവിടെയുള്ള നമ്മളത് APL BPL വ്യത്യാസമില്ലാതെ ഷുഗർ, പ്രഷർ, വില കൂടിയ മരുന്നുകൾ പോലും കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ ബാലസഭാവിൻ്റെ ധനകാര്യമന്ത്രിയുടെ സഹായത്തോടു കൂടി വലിയ കെട്ടിടങ്ങളൊക്കെ പുരോഗമിച്ച് വരികയാണ്. അതുപോലെ ഹെൽത്ത് സെൻറ്ററുകളെല്ലാം തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കിയതോടുകൂടി വളരെ വൃത്തിയും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ ഹെൽത്ത് സെൻറ്ററിലേക്കും എല്ലാ വർഷവും ഫണ്ട് ഉപയോഗിക്കുകയും അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുകയും വളരെ സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമാണ് സബ് സെൻറ്ററുകളിലും ഉള്ളത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ആയുർവേദം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ആയുർവേദ ഡിസ്പെൻസറി പോകുന്നത്. അവിടെ നല്ല ഡോക്ടേഴ്സും അവിടുത്തെ സ്റ്റാഫ്, മൾട്ടിപർപ്പസ് സ്റ്റാഫിനെ എല്ലാം നിയമിച്ചിട്ടുണ്ട്. നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടന്നു വരുന്നത്. 6 മാസത്തിനുള്ളിൽ അംഗീകാരം കിട്ടുമെന്നാണ് നമ്മളുടെ വിചാരം. കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി നമ്മളൊരു കെട്ടിടം പണിഞ്ഞെങ്കിലും അന്ന് 10 കിടക്കയുടെ ചികിത്സയ്ക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കെട്ടിടം പണിഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം പറഞ്ഞു 30 കിടക്കളുണ്ടെങ്കിലേ അംഗീകാരം കിട്ടൂ. നമ്മൾ അടുത്ത 30 കിടക്കളുള്ള വലിയ കെട്ടിടം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പഞ്ചകർമ്മ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ, ഏറ്റവും പ്രധാനമായ യോഗ ക്ലാസ്സുകൾ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നത് എല്ലാ ദിവസവും നടത്തുന്നു. നമ്മുടെ സ്ത്രീകളും പ്രധാനമായും അവിടെ സ്ത്രീകളാണ് ചെല്ലുന്നത്. അവരിപ്പോൾ 50-60 ഒക്കെ വയസ്സുള്ളവരെല്ലാം യോഗയ്ക്ക് പോയി അവർക്ക് സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നു. യോഗ കഴിഞ്ഞ് ഡോക്ടർ ചെയ്യാറുണ്ട്. അതുപോലെ വെക്കേഷൻ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള യോഗ ക്ലാസ്സുകൾ നമ്മുടെ പഞ്ചായത്തിൽ അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തുന്നു. കൂടാതെ തന്നെ ഏത് സ്കൂൾ ആവശ്യപ്പെട്ടാലും ആ സ്കൂളുകളിൽ ചെന്ന് ആഴ്ച തോറും എന്ന് വെച്ചാൽ ആ യോഗ ഇൻസ്ട്രക്ടർ അവിടെ
ജില്ലാ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു യോഗ ഇൻസ്ട്രക്ടർ അവിടെ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് യോഗ, ആയുർവേദത്തിൽ നിന്നും പാലിയേറ്റീവ് ഡോക്ടർമാർ എല്ലാ വീടുകളിലും പാലിയേറ്റീവ് ആയിട്ടുള്ള വീടുകളിലെല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഉണ്ടോ എന്നറിയില്ല, ഒരു ആയുർവേദ ആശുപത്രിയിൽ ഒരു വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചു. അപ്പോൾ അത് റിട്ടയർഡായ ഉദ്യോഗസ്ഥരും അല്ലാത്ത കർഷകരും എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അവർക്കുണ്ടായത്. അവർക്ക് അത് ആവേശത്തോടു കൂടിയാണ് ജനങ്ങളത് ഏറ്റത്. അവർ കൃത്യമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും അതിന് ഓരോരോ പ്രവർത്തനങ്ങൾ അവർ ഇപ്പം രൂപീകരിച്ച അടുത്ത സമയത്താണ് ഓരോ മാസങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഓരോ മാസവും ചിട്ടയായ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്ത് വരികയാണ്. അത് വയോജനങ്ങൾക്കൊരു വലിയ ഗുണമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ മാസവും ഈ പാലിയേറ്റീവിലെല്ലാം പോകുന്നുണ്ട്. ഡോക്ടർ നല്ല രീതിയിലുള്ള സേവനം നടത്തുകയും പിന്നെ നമുക്കൊരു മെഡിക്കൽ ലാബ്, മൊബൈൽ ലാബുണ്ട്. പഞ്ചായത്തിൻ്റേതായിട്ട് 2 കുട്ടികളെ വെച്ചിട്ടുണ്ട്. ചെറിയ സാലറിയിലാണെങ്കിലും അവർ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്യാവശ്യം വീടുകളിലെല്ലാം പോയി അവർ ഷുഗർ, പ്രഷർ, നമ്മൾ ഹീമോഗ്ലോബിനൊക്കെ നോക്കും. നമ്മൾ അവരെ വിളിച്ച പാവപ്പെട്ട വീട്ടുകളിലൊക്കെ പൈസ ഇല്ലാത്തവരൊക്കെ ഓടി രാവിലെ 7 മണിക്കായാലും ആ കുട്ടികൾ പോയി ഷുഗർ, പ്രഷറൊക്കെ നോക്കുകയും അത് നമ്മൾ ആദ്യമൊന്നും പൈസ ഇല്ലാതായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 രൂപ മാത്രം ഷുഗറിന് വാങ്ങിക്കും. പ്രഷറൊക്കെ ഫ്രീ ആയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ അവർ 5 ദിവസവും ഉച്ചവരെ ഇരുന്ന് നോക്കുന്നുണ്ട് ഷുഗറും പ്രഷറും. അതുപോലെ തന്നെ ഈ ഹോമിയോ ഹോസ്പിറ്റലും ആഴ്ചയിൽ ഒരു ദിവസം പോയി ഷുഗറും പ്രഷറും അത്യാവശ്യം ഹീമോഗ്ലോബിനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനവും നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വിപുലമായ പദ്ധതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നത്? നമ്മൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം പൊതുവേ എല്ലാവരും ചെയ്യുന്നത് തന്നെ ഹരിതകർമ്മസേന വളരെ ആക്റ്റീവായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം അവർ വിമുഖത കാണിച്ചിരുന്നവർ പോലും ഇപ്പം വളരെ ആദ്യം ഹരിതകർമ്മസേനകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പോൾ അവർ ഹരിതകർമ്മ തയ്യാറായി വരുന്നുണ്ട്. ഹരിതകർമ്മസേന ഒരു 100% നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 85% യൂസർ ഫീ കളക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. QR കോഡ് 100% കിട്ടുന്നുണ്ട്. എല്ലാ വീടുകളിലും അവർ യൂസർ ഫീ കളക്ഷൻ 85 ആണെങ്കിലും എല്ലാ വീടുകളിലും കയറി മാലിന്യം ശേഖരിക്കുന്നുണ്ട്. ആ മാലിന്യം ശേഖരിച്ചിട്ട് അവർ MCF മിനി MCF ഉണ്ട്. ഓരോ വാർഡിലും 2 മിനി MCF ഉണ്ട്. ആ മിനി MCFിലേക്ക് കൊണ്ടുവയ്ക്കുകയും അത് 12 ദിവസം കൊണ്ട് കളക്ഷൻ തീർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു MCF നമ്മൾ പഴയ MCF കൂടാതെ ഒരു ആത്യന്താധുനിക രീതിയിലുള്ള MCF പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ MCFിൽ കൊണ്ടുവച്ചിട്ട് ഇവരിത് തരംതിരിച്ച് കയറ്റി അയക്കുകയാണ്. പാണ്ടാസ് എന്ന് പറയുന്ന കമ്പനിയാണിത് കൊണ്ടുപോകുന്നത്. കയറ്റി അയച്ചു. അങ്ങനെ എല്ലാ വീടുകളിലും കയറി പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക വാർഡുകളിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ബയോബിൻ, അതുപോലെ ബൊക്കാഷി ബക്കറ്റ് ഇവയെല്ലാം കൊടുത്ത് മിക്ക വീടുകളിലും, കൂടുതൽ 90% വീടുകളിലും കൊടുത്തു എന്ന് തന്നെ പറയാം. ചില വീടുകളിൽ ഇതൊക്കെ വാങ്ങാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട്. അവർക്ക് ഇനോക്കുലം ഒക്കെ തന്നെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ചെയ്യുന്നില്ല. എങ്കിലും ഇനോക്കുലമൊക്കെ കൃത്യമായിട്ട് നമ്മളിനി കൊടുത്ത് വളരെ കൃത്യതയോടെ ബയോവേസ്റ്റും കമ്പോസ്റ്റ് യൂണിറ്റ് അതിൽ വളം കിട്ടും. ആ വളവും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ നമ്മൾ ഒരു പദ്ധതി കൂടെ തയ്യാറാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പിന്നെ എല്ലാവരും ഇതിലേക്ക് മാറുക എന്നുള്ള ഇത് കൊടുത്തത് ഉപയോഗശൂന്യമായി വെച്ചേക്കുന്നവരെല്ലാം വീണ്ടും അതിൽ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ സ്കൂളുകളിലെല്ലാം നമ്മൾ ഇൻസിനറേറ്റർ, ഗവൺമെൻറ് സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇൻസിനറേറ്റർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാട് ഇതൊക്കെ വെക്കുക തന്നെയാണ്. മറ്റ് ഇൻസിനറേറ്റർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. സ്കൂളുകളിലെല്ലാം ബയോ കമ്പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അതൊക്കെ തുമ്പൂർ മൊഴിയൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്നിടത്ത് പുതിയ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കളക്ടേഴ്സ് അറ്റ് ബിൻ എന്ന് പറഞ്ഞൊരു വലിയ ബിന്ന് ഓരോ ജംഗ്ഷനിലും കൊണ്ടുവെക്കാനുള്ള പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം വെച്ചു. ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി പഞ്ചായത്ത് എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി നമ്മൾ പഞ്ചായത്തിന് സ്വയം തൊഴിൽ പദ്ധതി കുടുംബശ്രീ മുഖേനയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ അവിടെ നമ്മുടെ പ്രധാനമായിട്ടും അവിടുത്തെ സ്ത്രീകളൊക്കെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് കുടുംബശ്രീ വഴി പച്ചക്കറി തയ്യും, പിന്നെ ഓരോ സംരംഭങ്ങളുണ്ടാക്കി കുടുംബശ്രീ അവർക്കതിന് നല്ല സഹായം ചെയ്യുന്നുണ്ട്. ഒരു കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീ തന്നെ എല്ലാ സാധനങ്ങളും പൊടിച്ച് സ്വന്തമായിട്ട് തന്നെ ഉണക്കി പൊടിച്ച് അതുപോലെ തേങ്ങയാട്ടി വെളിച്ചെണ്ണയാക്കി അങ്ങനെ അവർ നല്ല ഇതുപോലെ പല പല സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചെറിയ സംരംഭം കൊടുക്കുന്നിടത്ത് ജോലിക്ക് ഒക്കെ അവർ പോകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു ബാലസൗഹൃദ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ 2 സ്കൂളുകൾ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ ഇൻ്റർനാഷണൽ സ്കൂളാക്കി, അതിന് ഇൻ്റർനാഷണൽ പ്രീ പ്രൈമറി സ്കൂൾ. അപ്പോൾ അവിടെ ഒത്തിരി നമ്മൾ 10 ലക്ഷം രൂപ BRCയുടെ സഹായത്തോടാണ് അത് ചെയ്തത്. അവർ 10 ലക്ഷം രൂപയുടെ ഭൗതിക സാഹചര്യങ്ങൾ, കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെ, പിന്നെ അവർക്ക് മെഡിസിൻ സൗകര്യങ്ങൾ, അവർക്ക് ഊഞ്ഞാൽ പോലുള്ള സാധനങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ തന്നെ പിന്നെ അതിൻ്റെ വികസനത്തിനായിട്ട് നമ്മുടെ മറ്റ് MLA ഫണ്ടും എല്ലാം ഉപയോഗിച്ച് 22 ലക്ഷം രൂപ മൊത്തം അതിന് ചിലവായിട്ട് നല്ലൊരു അന്താരാഷ്ട്ര സ്കൂളായതുകൊണ്ട് 17 കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ ഇപ്പം 60ഓളം കുട്ടികൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അത്രയ്ക്കൊരു ഭൗതിക. പിന്നെ അടുത്ത വേറെ സ്കൂളും ഇപ്പം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലയിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ബാലസൗഹൃദമാക്കുന്നതിന്, അതുകൂടാതെ തന്നെ ഈ ബാലസൗഹൃദമാക്കുന്നത് നമ്മൾ എല്ലാ സ്കൂളുകളിലും ആദ്യം തന്നെ നല്ല രീതിയിലുള്ള പെയിൻറ്റുകളെല്ലാം അടിച്ച് നല്ല മനോഹരമായ ചിത്രങ്ങളെല്ലാം അവിടെ വെച്ച് കുട്ടികളെ തന്നെ നമ്മൾ കുട്ടി കർഷകർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. അവരെ ഈ വയലുകളും എല്ലാം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ബാലസഭയിലൊക്കെ പങ്കെടുപ്പിച്ച് കുട്ടികളെ ആക്റ്റീവാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ LSS, USS തുടങ്ങിയ നമ്മുടെ എല്ലാ സ്കൂളിലും 13ഓളം സ്കൂളുണ്ട്. അതിനുള്ള ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്ത് നല്ല മികച്ച കുട്ടികളാവാൻ അധ്യാപകരെല്ലാം ശ്രമിക്കുന്നുണ്ട്. കലാമേളകളിലും കായികമേളകളിലൊക്കെ അവരെ നന്നായി പങ്കെടുപ്പിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ ടൂറിസം മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാധ്യതയുള്ളത്? ടൂറിസം മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ പാറക്കോറി വളരെ വിപുലമായ ഒരു പാറക്കോറിയാണ്. ഏകദേശം 20 ഏക്കറോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് അവിടെ നമ്മൾ വിശാലമായ ചുറ്റുമതിലും എല്ലാം നിർമ്മിച്ച് അവിടെ ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാനാണ് നമ്മൾ ടൂറിസം മേഖലയിൽ നിന്നെല്ലാം വന്ന് നോക്കിയിട്ട് അത് ഉടനെ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ ടൂറിസവും ഗവൺമെൻറ്റും എല്ലാം ചേർന്നിട്ട് നടപ്പാക്കാനാണ്. നവകേരള മിഷൻ നല്ല സഹായം നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സോളാർ പാനൽ ഉപയോഗിച്ചുള്ള വെള്ളത്തിന്, അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മളതൊരു, പിന്നെ അതുപോലെ തന്നെ കരിപ്പറ പഞ്ചായത്തിൽ ചിയാങ്കുളം, അത് വലിയൊരു കുളമാണ്. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ വളരെ മനോഹരമായി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 4 വശവും നമ്മളവിടെ ഒരു കഫറ്റേരിയ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി നല്ല മനോഹരമായ ഏരിയയാണ് ആക്കാനായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ പാറക്കോറികൾ, മറ്റ് പല പാറക്കോറികളും വളരെ സൗന്ദര്യവൽക്കരിക്കാനും ടൂറിസം മേഖലയാക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ടുള്ളത്? നിലവിലെ അവസ്ഥ വെച്ച് കൂടുതൽ വികസനമായിട്ടുള്ള വ്യവസായ മേഖലകളിലാണ്. എന്തെങ്കിലും വ്യവസായം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഒരു അത്യന്താധുനിക രീതിയിലുള്ള കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. തദ്ദേശകം.